بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയും ദീനിന്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. അള്ളാഹുവിന്റെ കരം എന്ന് പറഞ്ഞാൽ അത് ധാരാളം ഔദാര്യം ഉള്ള അനുഗ്രഹം നിറഞ്ഞ കൈയാകുന്നു. രാപ്പകലുകളിൽ ഔദാര്യം ധാരാളമായി നൽകുന്ന രീതിയിൽ. നിങ്ങൾക്കറിയുമോ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച നാളെ മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെലവഴിച്ചത് എത്രയാണെന്ന്? ഈ ഉലകം സൃഷ്ടിക്കപ്പെട്ടതിൽ പിന്നെ ഈ കാലയളവ് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെലവഴിച്ചത് എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? അതൊരിക്കലും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വലത് കൈയിലുള്ളതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഉണർത്തുന്നത് ഇമാം ബുഖാരി സഹീഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഹദീസ് ഇപ്രകാരം സാധിക്കുന്നു. നമുക്ക് തങ്ങൾ പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി, യാ ഇബാദി, എന്റെ ദാസന്മാരെ, ലൗ അന്ന അവ്വലകും വ ആഖിറകും, നിങ്ങളിൽ ആദ്യത്തെ വ്യക്തിയും ഒടുക്കത്തെ വ്യക്തിയും, നിങ്ങൾ ആദ്യാന്തമുള്ളവർ, വഇൻസകും വജിന്നകും, നിങ്ങളിലെ ജിന്നും ഇൻസും, ഖാമു ഫി സഈദിൻ വാഹിദ്, അവരൊറ്റ നിരത്തിൽ അവർ നിൽക്കുകയും, ഫസഅലൂനി, അവരെന്നോട് ചോദിക്കുകയും, ഓരോരുത്തരും ചോദിക്കുകയും, അവർ ചോദിക്കുന്നതെല്ലാം ഞാൻ അവർക്ക് നൽകുകയും ചെയ്താൽ, അതെന്റെ അടുക്കലുള്ളത് നിന്ന് കുറവ് വരുത്തുകയില്ല. ഒരു സൂചി സമുദ്രത്തിൽ മുക്കിയെടുത്താൽ ആ സമുദ്രതലത്തിൽ നിന്ന് സൂചിയിൽ പറ്റുന്ന വെള്ളം എത്രയാണ്? അത്രമാത്രമല്ലാതെ. ഇപ്പൊ മനുഷ്യകുലം ഒന്നടങ്കം ആദ്യാന്തമുള്ളവർ, അതേപോലെ തന്നെ ജിന്നുവർഗം ഒന്നടങ്കം ഒരിടത്തു നിന്ന് അള്ളാഹുവിനോട് ചോദിച്ചാൽ, ഓരോരുത്തരുടെയും ചോദ്യം അവർ ചോദിച്ചത് അള്ളാഹു അവർക്ക് കനിഞ്ഞാലും നൽകിയാലും അള്ളാഹുവിന്റെ അടുക്കലുള്ളതിൽ കുറവ് വരൽ എത്രയാണ്? സൂചി സമുദ്രത്തിൽ മുക്കിയെടുത്താൽ ആ സൂചി നനഞ്ഞത് എത്രയാണോ അത്രമാത്രമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹദാതാവാണ്, ഔദാര്യവാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കും വിധം ചിലവഴിക്കുകയും നൽകുകയും ഔദാര്യം വർഷിക്കുകയും ഉപജീവനം നൽകുകയും ചെയ്യുന്നവനാണ്. അള്ളാഹു ഒരിക്കലും പിശുക്കനോ ജൂതന്മാർ വിശ്വസിച്ചതുപോലെ പിശുക്കി മടക്കി പിടിച്ച കൈയുള്ളവനോ അല്ല. പ്രസ്തുത നിവർത്തപ്പെട്ട ഔദാര്യം ശരിയുള്ള രീതിയിൽ നിവർത്തപ്പെട്ട കൈകളുള്ള അള്ളാഹുവാകുന്നു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ ഉണർത്തുന്നത്. വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്
ഈ പ്രമാണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ കൈ മുഷ്റദ് ഏകവചനം പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ കേട്ട ഹദീസിൽ നമ്മൾ കേട്ടതുപോലെ അള്ളാഹുവിന്റെ കൈ എന്ന് പറയും. അതേപോലെ തന്നെ ഈശ്വരനെ പ്രയോഗിച്ചത് നമ്മൾ യഥാഹു അള്ളാഹുവിന്റെ ഇരു കരങ്ങൾ. അതേപോലെ തന്നെ അതേപോലെ യദയ്യ എന്ന് പറഞ്ഞേ ഇരു കരങ്ങൾ ഈശ്വരനെ പ്രയോഗിച്ചു കാണാൻ സാധിക്കും. ചില സ്ഥലത്ത് വിവേചനം പ്രയോഗിച്ചിട്ടുണ്ട്. ഐദീന നമ്മളുടെ കരങ്ങൾ എന്നർത്ഥത്തിൽ. അവലമേറു അന്ന ഖലഖനാ ലഹും മിമ്മ അമിലത് ഐദീന അൻആമൻ. അവിടെ യാസീനിൽ മിമ്മ അമിലത് ഐദീന നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന്. അവിടെ ഐദീന ഐദി എന്ന് പ്രയോഗിച്ചത് യദ് യദാനി ഐദി. അപ്പോ അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞു, ഇരു കൈകൾ എന്ന് പറഞ്ഞു, കൈകൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഉദ്ദേശവും അതിന്റെ താല്പര്യവും എന്താണ്? യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഇരു കരങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമല്ല. അള്ളാഹുവിന് ഇരു കരങ്ങളുണ്ട്, അതിന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം. ആ ഇരു കരങ്ങളെ സംബന്ധിച്ചിടത്തോളം വക്കീൽ അള്ളാഹുവിന്റെ ആ ഇരു കരങ്ങളും അനുഗ്രഹീതമായ മുബാറക്കത്തായ കൈകളാകുന്നു. മനുഷ്യരെ പോലല്ല. മനുഷ്യർക്ക് വലതു കൈ ഇടതു കൈ എന്ന് പറയുമ്പോൾ വലതു കൈയിന് ചില ധർമ്മങ്ങളുണ്ട്, ഇടതു കൈയിന് ചില ധർമ്മങ്ങളുണ്ട്. മനുഷ്യർ തന്നെ മന്യോന്യമുള്ള പെരുമാറ്റത്തിൽ വലതു കൈ കൊണ്ടൊരു കാര്യം നൽകുന്നത് ഇടതു കൈ കൊണ്ട് ഒരു കാര്യം നൽകുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇടതു കൈയിന്റെ ഇങ്ങനൊരു കാര്യം നൽകുമ്പോൾ മനുഷ്യർ അതൊരു പ്രയാസത്തിലാണ് കാണുകയും സ്വീകരിക്കുകയും ചെയ്യുക. ഇടതു കൈയിൽ നിർവഹിക്കാൻ ധർമ്മങ്ങളുണ്ട്, ശുദ്ധി വരുത്തുക, നെഫ്സുകൾ വൃത്തിയാക്കി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള. എന്നാൽ അതിൽ നിന്ന് വലതു കൈ ഉപയോഗിക്കാറില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇരു കരങ്ങൾ എന്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രശ്നമല്ല. അള്ളാഹിന്റെ ഇരു കരങ്ങളും യമീനാണ്. അഥവാ അള്ളാഹുവിന് വലതു കൈയുണ്ട്, ഇടതു കൈയുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ഇരു കരങ്ങളും യമീനാണ്, അനുഗ്രഹീതമായിട്ടുള്ള കൈകളാണ്. അതാണ് അവിടെ പിന്നെ അതിന്റെ താല്പര്യമല്ലാതെ അള്ളാഹിന്റെ ഇരു കരങ്ങൾ വലതു ഭാഗത്താണ് എന്ന് മുസ്ലിയാക്കന്മാര് ദുർവ്യാഖ്യാനിക്കുന്നത് പോലെ മുസ്ലിയാക്കന്മാർ സവിശുദ്ധമായിട്ടുള്ള അവരുടെ ആ പരിഹാസത്തിൽ സംസാരിക്കുന്നത് പോലെ ആ വിഷയത്തെ സമീപിക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ ഇരു കരങ്ങളും യമീനാണ്, അഥവാ മുബാറക് അനുഗ്രഹീതമായിട്ടുള്ള കൈകളാണ്. ഇത് നമ്മൾ തരണത്തിൽ മനസ്സിലാക്കണം. പിന്നെ ഇത് യദാനി ഐദി എന്ന പ്രയോഗിച്ച് എന്താണ് അതിനുള്ള യഥാർത്ഥത്തിൽ യദുള്ള അള്ളാഹുവിന്റെ കരം എന്ന് പറയുമ്പോൾ അറബി വ്യാകരണത്തിലെ നിയമം യദ് എന്ന മുഫ്രദ് അല്ലെങ്കിൽ ഒരു മുഫ്രദിനെ ഇളാഫത്ത് ചെയ്യുമ്പോൾ അതിന് ഒമൂമിന്റെ മാന എന്നാണ്. അപ്പൊ യദ് എന്നതിനെ അള്ളാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ കൈ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് എത്ര കൈയുണ്ടോ ആ കൈയാണ് അവിടെ ഉദ്ദേശം. അപ്പൊ അള്ളാഹുവിന് ഇരു കരങ്ങളുണ്ട്, ആ ഇരു കരങ്ങളുമാണ് അവിടെ ഉദ്ദേശം. യദുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇരു കരങ്ങൾ. യദാനി എന്ന് പറയുന്ന സ്ഥലമില്ല, കാരണം ഖുർആനും തിരുസുന്നത്തിലും ഒക്കെ വന്നതാണ് അള്ളാഹുവിന് ഇരു കരങ്ങളുണ്ട്. കിൽത്തായത് അള്ളാഹുവിന്റെ ഇരു കരങ്ങൾ. യമീൻ പറഞ്ഞു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടും തന്റെ വലതു കൈകൊണ്ട്, വൽ അർമ ഭൂമിയെ ചുരുട്ടും തന്റെ മറ്റേ കൈകൊണ്ട്. അപ്പൊ അള്ളാഹുവിന് ഇരു കരങ്ങളുണ്ട് എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശദീകരിച്ച് വിശുദ്ധ ഖുർആനിൽ അത് വന്നും ചെയ്തു. അത് പ്രശ്നമല്ല. എന്നാൽ ഐദി എന്ന് പ്രയോഗിച്ചു, ഐദീന നമ്മളുടെ കൈകൾ കൊണ്ട്. അപ്പൊ ഐദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിലേറെ കൈ എന്ന ഒരു ധ്വനി അതിൽ നിന്ന് വരും. യഥാർത്ഥത്തെ അള്ളാഹുവിന് രണ്ടിലേറെ കൈകളുണ്ട് എന്നത് അത് അറിയിക്കുന്നില്ല. പ്രത്യുത അള്ളാഹുവിന്റെ ഇരു കരങ്ങളെയാണ് ആ പ്രയോഗം അറിയിക്കുന്നത്. എന്തുകൊണ്ട്? ഫിഖിലാകട്ടെ അല്ലെങ്കിൽ വിധാന ശാസ്ത്രത്തിൽ മൊത്തത്തിലാകട്ടെ ഒരു 10 ഉണ്ട്. അഖല്ലുൽ ജംഇ ഇസ്നാൻ, ബഹുവചനത്തിൽ ഏറ്റവും കുറഞ്ഞ എണ്ണം 2 ആകുന്നു. ബഹുവചനം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ
അതിന്റെ കുറഞ്ഞ എണ്ണ പരിധി എത്രയാണ്? 2 അപ്പൊ 2 കൂടുതൽ ഉള്ളതിനൊക്കെ എന്ത് ചെയ്യും? ജമ്മ പ്രയോഗിക്കും, ബഹുവചനം പ്രയോഗിക്കും. അത് ഐദി എന്ന് പറഞ്ഞാൽ യദാനി എന്നതിന്റെ അതേ അർത്ഥത്തിൽ തന്നെയാണ്. അതിനെന്താ തെളിവ്? ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയും ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെയും വിഷയത്തിൽ പറഞ്ഞു, ഇൻ തതൂബ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി തേൻ കുടിക്കുകയില്ല എന്ന ആ തീരുമാനമെടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തഹ്രീമിന്റെ തുടക്ക വചനങ്ങൾ അവതരിപ്പിച്ചു. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർറിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക തുടങ്ങിയിട്ടുള്ള വചനങ്ങൾ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെയും ഹഫ്സ റളിയല്ലാഹു തആല അൻഹയെയും പറയുകയാണ്, ഇൻ തതൂബ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അതാണ് വേണ്ടത്. കാരണം ഫഖദ് സഗത് ഖുലൂബുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയങ്ങൾ അത് ഹക്കിൽ നിന്ന് തെറ്റിയിരിക്കുന്നു, ഹക്കിൽ നിന്ന് തെറ്റിയിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ ഇവിടെ ഖുലൂബുകുമാ എന്നാ പറഞ്ഞത്. കൽബ് എന്ന ഹൃദയം, കൽബാനി എന്ന 2 ഹൃദയങ്ങൾ, ഖുലൂബ് എന്ന കുറെ ഹൃദയങ്ങളാണ്. അവിടെ ഖുലൂബുകുമ, നിങ്ങൾ രണ്ടുപേരുടെയും ഹൃദയങ്ങൾ. അവർ രണ്ടുപേർക്ക് എത്ര ഹൃദയമുള്ളത്? 2 ഹൃദയമുള്ളത്. ശരിക്ക് കൽബാകുമ എന്നാണ് പറയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു ബഹുവചന പ്രയോഗിച്ചത്, ഖുലൂബുകുമ എന്നാണ് പ്രയോഗിച്ചത്. അപ്പൊ ഈ ഖുലൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 2 ഹൃദയങ്ങളെയാണ് ഉദ്ദേശം. അപ്പൊ അങ്ങനെയും അറബി ഭാഷയിൽ ബഹുവചനം പ്രയോഗിക്കും 2 എണ്ണത്തെ ഉദ്ദേശിച്ചുകൊണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി ആ വ്യക്തിക്ക് സഹോദരങ്ങൾ ഉണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ സ്വത്തിൽ ഉമ്മാക്ക് 1/6. അതാണ് നിയമം. ഒരു വ്യക്തിക്ക് സഹോദരങ്ങൾ ഉണ്ട് എങ്കിൽ ഉമ്മാക്ക് ആ വ്യക്തിയുടെ സ്വത്തിന്റെ 1/6. ഇഖ്വത്തിന് എന്നാണ് പ്രയോഗിച്ചത്, സഹോദരങ്ങൾ. മനസ്സിലായേ? ഇവിടെ 1-ലേറെ സഹോദരന്മാരുണ്ടായാലും ഉമ്മാക്ക് 6/1. ഒരു സഹോദരൻ ഒറ്റക്കാണെങ്കിൽ ഉമ്മാക്ക് 3/1. ഒരു സഹോദരൻ മാത്രമാണ് എങ്കിൽ, ഒരാൾ മരിച്ചു ഒരാൾ സഹോദരനെ ഉള്ളൂ എങ്കിൽ ഉമ്മാക്ക് 3/1 സ്വത്ത് കിട്ടും. അപ്പൊ 1-ലേറെ സഹോദരന്മാരുണ്ടെങ്കിൽ ഉമ്മാക്ക് 6/1 സ്വത്ത്. ഇതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷെ ഇവിടെ അല്ലാഹു പ്രയോഗിച്ച നിങ്ങൾ ഈ ഇഖ്വത്തിന് എന്നാണ്. ഇഖ്വത്തിന് എന്ന അഖുൻ എന്ന സഹോദരൻ, അഖവാനി എന്ന 2 സഹോദരങ്ങൾ, ഇഖ്വത്തിന് എന്നാൽ സഹോദരങ്ങൾ. അപ്പോ 1-ലേറെ സഹോദരങ്ങൾക്ക് ഇഖ്വത്ത് എന്ന് പ്രയോഗിച്ചു. ഇഖ്വത്ത് ബഹുവചനാണ്. അവിടെ ഉദ്ദേശം 2 അല്ലെങ്കിൽ 2-ൽ കൂടുതൽ എന്നുള്ളതാണ്. അപ്പൊ 2 എണ്ണത്തിനും ബഹുവചനം പ്രയോഗിക്കും. കാരണം അഖല്ലുൽ ജംഇ ഇസ്നാൻ, ജംഇൽ ഏറ്റവും കുറഞ്ഞത് 2 ആകുന്നു. മോഷ്ടിച്ച ആണും മോഷ്ടിച്ച പെണ്ണും നിങ്ങൾ വെട്ടണം ഐതിഹ്യഹുമ, അവരുടെ കൈകളെ എന്ന് പറഞ്ഞു. മനസ്സിലല്ലേ? ഒരു മോഷ്ടാവിന്റെ കൈ വെട്ടുകയാണെങ്കിൽ എത്ര കൈ വെട്ട്? 1 കൈ വെട്ട്. അവന്റെ വലത് കൈയിന്റെ കൈ പിന്നെ ഉള്ളം കൈ വെട്ടും. അതേപോലെ മോഷ്ടിച്ച പെണ്ണിന്റെ അങ്ങനെ വെട്ടും. മോഷ്ടിച്ച ആണും മോഷ്ടിച്ച പെണ്ണും അവരുടെ കൈകൾ വെട്ടണം തന്നെ. എത്ര കൈ വെട്ടണ്ട? അപ്പൊ ഒരാണെങ്കിൽ പെണ്ണെങ്കിൽ 2 കൈ വെട്ടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതെന്താ? ഫഖ്തൗ, നിങ്ങൾ വെട്ടുക ഐദിയഹുമ, അവരുടെ കൈകൾ എന്നാണ്. ഐദി എന്ന് പറഞ്ഞാൽ കൈകൾ എന്നാണ്. യദ് കൈ, യദാനി ഇത് 2 കൈകൾ. ഐദി എന്നാൽ ജമാണ്, കൈകൾ എന്നാണ്. ഇവിടെ 2 കൈ എന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് എന്താണ്? ബഹുവചനാണ്. അപ്പൊ ഐദി എന്ന് പ്രയോഗിച്ചു. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വിശുദ്ധ ഖുർആന്റെ ഈ സവാഹിദുകൾ, തെളിവുകളെ പിന്നിൽ വെച്ച്, അതേപോലെ ഇതുപോലെയുള്ള വേറെ തെളിവുകളെ മുന്നിൽ വെച്ച് പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിന് 2 കരങ്ങളാകുന്നു. ആ 2 കരങ്ങളും മുബാറകത്തായ, യമീനായ, അനുഗ്രഹീതമായ കൈകളാകുന്നു. അത് മുഫ്രദായിട്ടും മുതന്നിയായിട്ടും ജംആയിട്ടും പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഉദ്ദേശം അള്ളാഹുവിന് അവന്റെ മഹത്വത്തിന് അനുയോജ്യമാം വിധം 2 കരങ്ങളുണ്ട് എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആന്റെ തേട്ടം, ഹദീസുകളുടെ തേട്ടം. അത് തന്നെയാണ് ഭാഷയുടെയും തേട്ടം. ഇത് ഇത്തരണത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ വിശുദ്ധ ഖുർആനിലെ ഒരു പ്രയോഗം ഐദി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ
വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂതിഊൻ. സൂറത്തുൽ ദാരിയാത്തിൽ ആകാശത്തെ നാം സൃഷ്ടിച്ചു, നാം പടച്ചു. ബിഐദിൻ. അവിടെ ഐദിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? അല്ല, അവിടെ ഐദിൻ എന്ന് പറഞ്ഞാൽ അത് ക്രിയാധാതുവാണ്, ശക്തി എന്നാണ് അവിടെ അർത്ഥം. അത് അള്ളാഹുവിന്റെ സിഫത്തായിട്ടുള്ള യദ് ഐദിയല്ല. പിന്നെയോ അത് ആദയ ഈദു എന്ന് പറയുന്ന ക്രിയയുടെ ക്രിയാധാതുവാണ്. ആദ നമ്മ കവിയ ശക്തിപ്പെട്ടു, ഈദു ഐദ് നമ്മ ശക്തി. ആകാശത്തെ ബനൈനാഹ നാം അതിനെ സൃഷ്ടി പടച്ചിരിക്കുന്നു, ബിഖുവ്വത്തിനർത്ഥം ശക്തിമത്തായിട്ട്. അപ്പൊ അവിടെ ഐദിൻ എന്നുള്ളത് എന്തല്ല, അള്ളാഹുവിന്റെ സിഫത്തായുള്ള നാമം, സിഫത്തല്ല പ്രത്യേകത, ക്രിയാധാതുവാണ്. ഭാഷയിലുള്ള ഖുവ്വത്ത് എന്ന മാനയിലുള്ള ഒരു പ്രയോഗം മാത്രമാണ്. ഇത് ഈ തരുണത്തിൽ അതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് സിഫത്തിന്റെ യദ് എന്നുള്ള സിഫത്തിന്റെ, അള്ളാഹുവിന് യദ് എന്നുള്ള സിഫത്തുണ്ട് എന്നതിന്റെ തെളിവായിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ അഖീദത്തുൽ വാസിത്തിയയിൽ കൊടുത്തതായ വചനങ്ങൾ ഉള്ളതായ അനുബന്ധമായിട്ടുള്ള കുറിപ്പുകൾ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള വിവരങ്ങൾ. ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഏതാനും ആയത്തുകൾ നൽകി അള്ളാഹുവിന് കണ്ണുകൾ ഉണ്ട് എന്നുള്ള സിഫത്തിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇസ്ലാം പറഞ്ഞു, വഖൗലുഹു വസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅഅയുനിനാ وحملناه على ذات ألواح ودثر تجري بأعيننا جزاء لمن كان كفر وألقيت عليك محبة مني ولتصنع على عيني. 3 ആയത്തുകൾ. ഈ 3 ആയത്തുകളും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹു കൊണ്ടുവന്നത് നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം അള്ളാഹുവിന് മഹത്വമുള്ള കണ്ണുകൾ ഉണ്ട് എന്നുള്ളത് സ്ഥാപിക്കാനാണ്. 1-ാമത്തെ ആയത്ത് വസ്ബിർ ലിഹുക്മി റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ ഹുക്മിന് താങ്കൾ ക്ഷമിക്കുക. ഫഇന്നക, കാരണം താങ്കൾ ബിഅഅയുനിന, നമ്മളുടെ കണ്ണുകളുടെ സഹായത്തിലും മേൽനോട്ടത്തിലുമാണ്. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഖിതാബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് ക്ഷമിക്കാൻ പറയാണ് അള്ളാഹുവിന്റെ ഹുക്മിന്. അള്ളാഹുവിന്റെ ഹുക്ം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വഴിപ്പെടേണ്ട കാര്യങ്ങളിൽ ക്ഷമ ആവശ്യമുണ്ട്. അള്ളാഹുവിനെ വഴിപ്പെടുക എന്നുള്ളത് അള്ളാഹിന്റെ ഹുക്മാണ്. അതേപോലെ തന്നെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ, അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ ആവശ്യമാണ്. അള്ളാഹു വിരോധിച്ചത് അള്ളാഹുവിന്റെ ഹുക്മാണ്. അതേപോലെ തന്നെ അള്ളാഹു ഖദറാക്കിയ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ, അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന പരീക്ഷണം എന്നുണ്ടാകുന്ന രോഗങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ ഖദറാണ്. ഇവരുടെ മരണം, അതേപോലെ തന്നെ സ്വത്ത് നഷ്ടപ്പെടൽ തുടങ്ങിയതായ അള്ളാഹുവിന്റെ ഖദർ. ഈ വിഷയത്തിലും എന്ത് വേണം? സബ്ർ, ക്ഷമ വേണം. അതും അള്ളാഹുവിന്റെ ഹുക്മാണ്. വസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅഅയുനിനാ, കാരണം താങ്കൾ ബിഅഅയുനിന, കുഞ്ഞിന്റെ മേൽനോട്ടത്തിലും സംരക്ഷണത്തിലുമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇവിടെ എന്നുള്ളവർക്ക് ബ എന്നുള്ളത് ബർഫിയായ ബാല, കണ്ണുകളിൽ എന്നർത്ഥം വരുന്ന ബ അല്ല, പ്രത്യേക അത് മുസാഹബത്തിന്റെ ബ ആണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ണുകളുടെ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ, പരിഗണനയിൽ എന്നൊക്കെ നമ്മൾ അർത്ഥം പറയുന്നത്. കാരണം ആ ബ എന്നുള്ള അക്ഷരം പ്രയോഗിച്ചതിന്റെ താല്പര്യം അതാണ്. അയുനിന എന്ന് പറഞ്ഞത് നമ്മുടെ കണ്ണുകൾ. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തനിക്ക് കണ്ണുകൾ ഉണ്ട് എന്ന് പറയണം. പക്ഷെ ഇവിടെ
അയ്യനല്ല പ്രയോഗിച്ചത്, ബഹുവചനാണ് പ്രയോഗിച്ചത്. അള്ളാഹുവിന് രണ്ടിലേറെ കണ്ണുകളുണ്ട് എന്ന് അറിയിപ്പുണ്ട്? ഇല്ല. പിന്നെ 7 കണ്ണുകളാണ് അള്ളാഹുവിനുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദജ്ജാലിന്റെ വിശേഷണത്തിൽ ദജ്ജാൽ വരും അന്ത്യനാളിന്റെ അലാമത്ത് എന്നോണം, ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളം എന്നോണം ദജ്ജാൽ വന്നാൽ ദജ്ജാൽ ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറയും, ഞാൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് പറയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദജ്ജാൽ നമ്മുടെ റബ്ബല്ല, അവന്റെ ജൽപ്പനം വ്യാജ ജൽപ്പനമാണ്, ദജ്ജാലിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ പറഞ്ഞപ്പോൾ ഒരു അടയാളം പറഞ്ഞു, ഇന്നഹു ആവർ വഇന്ന റബ്ബക്കും ലൈസ ബിആവർ, ഇന്നഹു ദജ്ജാൽ ആവർ. ദജ്ജാൽ ആവറാണ്. ആവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കണ്ണിന് കുറവുള്ളവൻ, അല്ലെങ്കിൽ ഒരു കണ്ണ് ഇല്ലാത്തവൻ, ഒറ്റക്കണ്ണൻ. വഇന്ന റബ്ബക്കും, നിങ്ങളുടെ റബ്ബാകട്ടെ, ലൈസ ബിആവർ, ഒരു കണ്ണിന് കുറവുള്ളവനല്ല. പിന്നെയോ അള്ളാഹു 5 കണ്ണുകളുള്ള മഹത്വമുടയവനാണ്. പറഞ്ഞു ആ അവറിൽ വലത് കൈ കണ്ണിന് അവറുണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലല്ലേ? അവന്റെ വലത് കണ്ണ് എന്ന് പറഞ്ഞു, കത്തിയ മുന്തിരി പോലെ ആണ് അവന്റെ കണ്ണ്. അവന് വികൃതമുള്ളവനാണ്, കണ്ണിൽ വൈകൃതമുള്ളവനാണ്, കണ്ണിന് കാഴ്ചയില്ലാത്തവനാണ്, ഒറ്റക്കണ്ണനാണ്. ഇതൊക്കെ ദജ്ജാലിന്റെ വിഷയത്തിൽ പറഞ്ഞു. എന്നിട്ട് അങ്ങനെയുള്ള ദജ്ജാൽ എന്നിട്ട് ഞാൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് പറയുമ്പോൾ ആ നജീസിനെ കണ്ടല്ലെങ്കിൽ അവൻ കാണിക്കുന്ന അത്ഭുത പ്രവൃത്തികൾ കണ്ട് നിങ്ങൾ അവന്റെ വിഷയത്തിൽ വഞ്ചിതരാവണ്ട. നിങ്ങളുടെ റബ്ബ് ഒരിക്കലും ഒരു കണ്ണുള്ളവനല്ല. പ്രത്യേക റബ്ബിന് മഹിതമായ 2 കണ്ണുകളുണ്ട്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോ അല്ലാഹുവിനും അവന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം 2 കണ്ണുകളുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ അയും കണ്ണുകൾ എന്ന് പ്രയോഗിച്ചു. ആ കണ്ണുകൾ എന്ന് പ്രയോഗിച്ചതിൽ എന്താണ് അതിനുള്ള തൗജീഹ്? നമ്മൾ ഐദീനാന്ന് പറഞ്ഞല്ലേ, കൈകൾ എന്ന് പ്രയോഗിച്ചതിൽ പറഞ്ഞ തൗജീഹ് തന്നെ. ഭാഷയിൽ അഖലുൽ ജംഇ ഇസ്നാൻ, ബഹുവചനത്തിൽ ഏറ്റവും കുറഞ്ഞ എണ്ണമായിട്ട് 2 എന്നുള്ളത് പരിഗണിക്കപ്പെടും. ആ വിഷയത്തിൽ അതിന്റെ ഉദാഹരണങ്ങൾ ചില ആയത്തുകളുടെ വെളിച്ചത്തിൽ നമ്മളിവിടെ ഉണർത്തുകൾ ഉണ്ടായി. അതേപോലെ തന്നെ അടുത്ത ആയത്ത് وحملناه على ذات ألواح ودسر تجري بأعيننا جزاء لمن كان كفر. وحملناه നാം അദ്ദേഹത്തെ വഹിച്ചു على ذات ألواح ودسر, പലകകളും ആണികളും ഉള്ളതായ കപ്പലിൽ. ആ കപ്പൽ ചലിക്കുന്നു ബിഅഅയുനിന, നമ്മുടെ കണ്ണുകളുടെ പരിചരണത്തിൽ. ജസാഅൻ ലിമൻ കാന കുഫർ, ലോകം മുഴുവൻ നശിച്ചപ്പോൾ കപ്പലിൽ വഹിക്കപ്പെടുവാൻ കാരണം അത് അവിശ്വസിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിഫലമായിട്ടാണ്. അതായത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം സൂറത്തുൽ ഖമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കവേ ആ വിഷയത്തിൽ പറയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലം ജനതയെ വിളിക്കുകയും ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത അദ്ദേഹത്തെ വിശ്വസിക്കില്ല. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് വിശ്വസിച്ചത്. അവർ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അവർ അദ്ദേഹത്തെ പരിഹസിക്കുവാനും കളവാക്കാനും തുടങ്ങി. അതുകൊണ്ടാണ് സൂറത്ത് ഹൂദിൽ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പറഞ്ഞില്ലേ, ഇൻ തസ്ഖറൂ മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ, നിങ്ങൾ നമ്മളെ പരിഹസിക്കുകയാണ് എങ്കിൽ നിങ്ങൾ നമ്മളെ പരിഹസിച്ചിരുന്നത് പോലെ നമ്മൾ നിങ്ങളെയും പരിഹസിക്കുന്നതാണ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവർ അവിശ്വസിക്കുക മാത്രമല്ല, പരിഹസിക്കുന്നവർ കൂടിയായിരുന്നു. അങ്ങനെ അവരുടെ പരിഹാസം മൂത്തു, കളവാക്കലും കളിയാക്കലും മൂത്തപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തത് സൂറത്തുൽ ഖമറിൽ തന്നെ കാണാം. അന്നീ മഗ്ലൂബുൻ ഫൻതസിർ, അല്ലാഹുവേ ഞാനിതാ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അതിജയിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഫൻതസിർ, നീ എനിക്ക് സഹായമേകണമേ, എനിക്ക് വിജയം നിശ്ചയിക്കണമേ എന്നൊക്കെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫഫതഹ്നാ അബ്വാബ അസ്സമാഇ ബിമാഇൻ മുൻഹമിർ വഫജ്ജർനൽ അർള ഉയൂന.
അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിനോട് മഴ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആകാശം തുള്ളിക്കൊരു കുടം എന്ന പോലെ മഴ ചെയ്യാൻ തുടങ്ങി. ആകാശത്തിന് മഴ ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ഫജ്ജർനൽ അർദ ഉയൂന, ഭൂമിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അരുവികളെ നിർഗളിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ ആകാശത്തിലെയും ഭൂമിയിലെയും വെള്ളം കണ്ടുമുട്ടുകയും അങ്ങനെ വലിയ തൂഫാൻ പ്രളയം ഉണ്ടാവുകയും ചെയ്തപ്പോൾ നാം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വഹിച്ചു അലാ ദാത്തി അൽവാഹിൻ വദുഫുർ, ആണികൾ കൊണ്ടും തലവുകൾ കൊണ്ടും ഉണ്ടാക്കിയതായ കപ്പലിൽ. ആ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കണ്ണുകളുടെ പരിചരണത്തിലാണ് അത് സഞ്ചരിച്ചത്. കളവാക്കപ്പെട്ട അവിശ്വസിക്കപ്പെട്ട നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള പ്രതിഫലമായിട്ടാണ് നാം ഇപ്രകാരം ചെയ്തത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. എന്നുള്ളതാണ് സാഹിബ്. അള്ളാഹു പറഞ്ഞു നമ്മളുടെ കണ്ണുകൾ. അപ്പൊ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പൽ സഞ്ചരിച്ചത് നമ്മളുടെ കണ്ണുകളുടെ പരിചരണത്തിലാണ്, കാവലിലാണ് എന്ന് പറയണം. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തനിക്ക് കണ്ണുകൾ എന്നുള്ളത് അവിടെ ചിത്രീകരിക്കണം. അള്ളാഹുവിന് അവന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം കണ്ണുകളുണ്ട്. കണ്ണുകളിൽ കപ്പൽ ചലിച്ചു എന്നുള്ള അർത്ഥം അല്ല. ബി എന്നുള്ളതിന് ഫി എന്ന മാനം എടുത്തിട്ട് പലരും ഇവിടെ വ്യാഖ്യാനിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ബി എന്നുള്ളത് മുസാഹബത്തിന്റെ ബായാണ്. അതുകൊണ്ടാണ് കണ്ണുകളുടെ പരിചരണത്തിൽ, സംരക്ഷണത്തിൽ ചലിക്കുന്നത്. കാരണം ആ ബാ തോടുന്നത് അതാണ്. മനസ്സിലല്ലേ? അവിടെ അള്ളാഹുവിന്റെ കണ്ണുകളുടെ തിരുനോട്ടത്തിൽ അല്ലെങ്കിൽ ആ കണ്ണുകളുടെ സംരക്ഷണത്തിലാണ് ആ കപ്പലിന്റെ ചലനം ഉണ്ടായത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ തനിക്ക് ഈ സിഫത്തിനെ സ്ഥാപിക്കുകയാണ്. അഥവാ അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം അള്ളാഹുവിന് ഈ കണ്ണുകളുണ്ട് എന്നുള്ളത് സ്ഥാപിക്കുകയാണ്. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ആയത്ത് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ആയത്ത് വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്ന അലാ ഐനി. സൂറത്ത് ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്താണ് അവിടെ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്ന കാലയളവിൽ ഈജിപ്തിന്റെ മണ്ണിൽ ഇസ്രായേലിയരുടെ അവസ്ഥ, ഈജിപ്തിന്റെ ഭരണാധികാരി കോപ്റ്റിക് വംശജനായ ഫറോവൻ ഇസ്രായേലിയരിൽ പിറക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊല്ലുവാനും അവരിലെ സ്ത്രീകളെ മുഴുവൻ മാനഭംഗപ്പെടുത്തുവാനും തീരുമാനിച്ച് അത് പ്രയോഗവൽക്കരിക്കുന്ന കാലഘട്ടത്തിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനം. ഈ സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ് പ്രസവിച്ചപ്പോൾ ആൺകുഞ്ഞാണ്. സ്വാഭാവികമായിട്ട് മാതാവിന് പ്രയാസം ഉണ്ടാകും. കാരണം എന്താ? ഫറോവന്റെ കിങ്കരന്മാർ വന്നിട്ട് ഈ കുട്ടിനെ കൊല്ലും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാവിനോട് കുട്ടിയുടെ കാര്യത്തിൽ ഭയക്കേണ്ടതില്ല, ഒരു പെട്ടകമുണ്ടാക്കി ആ പെട്ടകത്തിൽ കുത്തി ആക്കിയതിനു ശേഷം കുട്ടിയെ സമുദ്രത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മാതാവിനോട് പറഞ്ഞ് നിങ്ങൾ ഭയക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങളിലേക്ക് ആ കുഞ്ഞിനെ തിരിച്ചു നൽകുകയും ആ കുഞ്ഞിനെ ഒരു പ്രവാചകനായിട്ട് നാം വാഴ്ത്തുകയും ചെയ്യും എന്നുള്ള സന്ദേശവാർത്തയൊക്കെ അറിയിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി. മൂസ, നമ്മളിൽ നിന്നുള്ള മഹബ്ബത്തിനെ, സ്നേഹത്തെ നാം നിങ്ങളിലേക്ക് ഇട്ടു തന്നു എന്ന് പറഞ്ഞാൽ നാം നിങ്ങളെ സ്നേഹിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ കാവലിൽ, സംരക്ഷണത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ നിങ്ങൾ സംസ്കരിക്കപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിപരമായി ശാരീരികമായി പരിരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നത് അൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി, നമ്മളിൽ നിന്നുള്ള മഹബ്ബത്തിനെ നാം നിങ്ങൾക്ക് നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മഹബ്ബത്ത് നൽകി. അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔൻ വധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. മാത്രമല്ല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് മാതാവിന്റെ
പരിലാളനയും സംരക്ഷണവും അതേപോലെ തന്നെ അമ്മിഞ്ഞയും കിട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ തിരിച്ചു നൽകി. കൊല്ലാൻ വേണ്ടി വന്നപ്പോ ലാ തഖ്തുലൂ അസാ യൻഫഅനാ വ നത്തഖിദഹു വലദ എന്ന് പറഞ്ഞ് ആസിയ ബിൻത് മുസാഹിം ആ വധശ്രമത്തിൽ നിന്ന് കൊല്ലാവനവരെ ഫറോവിനെ പിന്തിരിപ്പിച്ചു. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള മഹബത്തുള്ളതുകൊണ്ടാണ്. പിന്നെ പറയുന്നത് നമ്മളുടെ ഐനിന്മേലായിട്ട് നിങ്ങൾ നിർമ്മിക്കപ്പെടുന്ന സംഗതി നിർമ്മിക്കലാണ്. മനുഷ്യന്മാർ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സുനലാദമി മനുഷ്യന്മാരുടെ നിർമ്മാണം നടന്നെങ്കിൽ മറ്റു സംഗതികളൊക്കെ നിർമ്മിക്കുന്നത് പോലെയല്ല. മനുഷ്യന്മാർക്ക് ശാരീരികവും ബുദ്ധിപരവുമായിട്ടുള്ള സുരക്ഷയും അതേപോലെ തന്നെ തെർബിയത്തൊക്കെ നൽകിയിട്ടുള്ള നിർമ്മിക്കലാണ്. അപ്പൊ മനുഷ്യന്മാരെ പരിരക്ഷിക്കുക എന്നർത്ഥം. ബുദ്ധിപരമായി, ശാരീരികമായി, സ്വഭാവമായി മനുഷ്യരെ പരിരക്ഷിക്കുക. അവിടെ അതാണ് ഉദ്ദേശം. വലിയ തുസ്ന അങ്ങനെ പരിരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി അല ഐനി നമ്മളുടെ കണ്ണിന്മേൽ. ഇവിടെ അല ഐനി എന്ന് പറഞ്ഞ് എന്താ അല ഐനി എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഐൻ കണ്ണ് എന്നുള്ള സിഫത്തുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ ഈ ആയത്ത് കൊണ്ടുവന്നത്. അല ഐനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഐനിനെ കണ്ണിലേക്ക് വിലാസത്ത് ചെയ്ത് എന്റെ കണ്ണ്. അവിടെ അല എന്ന് പ്രയോഗിച്ചു. ഷി ഐനി എന്ന് പറഞ്ഞില്ല. മുമ്പ് പറഞ്ഞതുപോലെ ഷി എന്ന ബി എന്ന് പ്രയോഗിച്ചില്ല. പിന്നെ അല എന്നാ പറഞ്ഞത്. കാരണം എന്തുകൊണ്ട് ഷി എന്ന് പറയാതെ അല എന്ന് പ്രയോഗിച്ചത്? ഇവിടെ നമ്മുടെ കണ്ണിന്റെ മേൽനോട്ടത്തിലും സംരക്ഷണത്തിലുമാണ് പരിരക്ഷിക്കപ്പെടേണ്ടത്. ബുദ്ധിപരമായി ശാരീരികമായി വാർക്കപ്പെടേണ്ടത് നിർമ്മിക്കലുള്ളതിന് അല എന്ന് പ്രയോഗിച്ചു. സിയോ ബിയോ പ്രയോഗിച്ചു. അതെന്തിന്? അത് ഇസ്രായേലിനെയും അറിയിക്കാൻ എന്നാണ് അല എന്ന് പ്രയോഗിച്ചത്. എന്തിന്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച നാളിൽ ഈജിപ്ഷ്യൻ ദേശത്ത് ഇസ്രായേലിയരിൽ നിന്ന് ജനിക്കുന്ന കുട്ടികളൊക്കെ അതുപുത്തരായിരുന്നു. അവർ കൊന്നൊടുക്കപ്പെടുമായിരുന്നു. എന്നാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയല്ല. പിന്നെയോ അദ്ദേഹം ആ കൊന്നൊടുക്കപ്പെടുന്നവരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഉന്നതനായി ജീവിച്ചു. ആരും കാണുന്ന രീതിയിൽ, ആരും അറിയുന്ന രീതിയിൽ അദ്ദേഹം ഉന്നതനായിട്ട് ജീവിച്ചു. മനസ്സിലായില്ലേ? അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അല ഐനി എന്ന് പ്രയോഗിച്ചത്. അല്ലെങ്കിൽ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ കണ്ണിന്റെ തിരുനോട്ടത്തിൽ, സംരക്ഷണത്തിൽ, മേൽനോട്ടത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം തർബിയത്ത് നൽകപ്പെട്ടവനായി വളർത്തപ്പെടുന്നതിന് വേണ്ടി എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഈ അല ഐനി എന്നും ബി അയുന്ന എന്നും ഒക്കെയുള്ള ആയാത്തുകൾ ഇവിടെ കൊണ്ടുവന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധമുള്ള സിഫാത്തുകൾ, കണ്ണ്, അതേപോലെ തന്നെ കൈ എന്നിവ ഉണ്ട് എന്നുള്ളത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ദുർവ്യാഖ്യാനത്തിന്റെ ആളുകൾ ഐൻ എന്നുള്ളതിന് കണ്ണ് എന്നർത്ഥം പറയാതെ മറ്റു പല അർത്ഥങ്ങളും പ്രയോഗിക്കും. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ പരിരക്ഷണം, സംരക്ഷ, മേൽനോട്ടം എന്നൊക്കെ മാത്രമാണ് അതിന്റെ ഉദ്ദേശമെങ്കിൽ അള്ളാഹുക്ക് അത് പ്രയോഗിച്ചാൽ മതിയായിരുന്നു. ഈ പ്രയോഗം നടത്തേണ്ട വരികയല്ല. അറബി ഭാഷയിൽ ഐൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് ചേർത്തിട്ടുള്ള ആ ഐൻ എന്നുള്ളത് ആ വ്യക്തിയുടെ ജാരിഹത്ത് അവയവമാണ്. മനസ്സിലല്ലേ? അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ മറ്റർത്ഥമായിരുന്നെങ്കിൽ അതിനുള്ള പ്രയോഗം അറബി ഭാഷയിൽ ധാരാളം ഉണ്ട്, അത് പ്രയോഗിച്ചാൽ മതിയായിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയോഗങ്ങൾ നടത്തിയതിനാൽ അള്ളാഹുവിന് ഈ വിശേഷണങ്ങൾ അവന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയും ആദർശവും ഈ വിഷയങ്ങളിൽ എന്നാണ് ഉണർത്തുവാനുള്ളത്. അള്ളാഹുവിന്റെ തിരുകരങ്ങളുമായി ബന്ധപ്പെട്ട്, അള്ളാഹുവിന്റെ തിരുകണ്ണുകളുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ഉണർത്തുവാനുള്ള തെളിവുകളിൽ ചില ആയത്തുകൾ അതാണ് ഇവിടെ അഖീദത്തുൽ വാസിത്തിയന്റെ നിന്ന് എടുത്ത് നമ്മൾ ഉണർത്തുകയും വിശദീകരിക്കുകയും ഉണ്ടായത്. ഇനി അടുത്ത് നമുക്ക് വിശദീകരിക്കുവാനുള്ളത് അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹുവിന്റെ കാഴ്ച
തുടങ്ങിയതായ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള തുടർത്തി സംസാരിക്കുന്ന പ്രമാണങ്ങളാണ്. അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കുവാനും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സത്യദീനിൽ ഫഖീഹ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് എല്ലാവിധ ഖൈറാത്തുകൾക്കും നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പുരുഷായുസിൽ നമുക്ക് എല്ലാവർക്കും ബർക്കത്തേറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചു മരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തുണ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പുണ്യ സദസ്സിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗീയ ആരാമത്തിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഒരു ഇടമേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ മനസ്സിന്റെ മുറാദുകൾ അള്ളാഹു നമുക്ക് ഹാസിലാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആ കൊണ്ട് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമ്മുടെ മാതാപിതാക്കളോട് പൊറുക്കുമാറാവട്ടെ. അവരുടെ നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നികത്തുമാറാവട്ടെ. അള്ളാഹു നമുക്ക് എളുപ്പമുള്ള മരണം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ എത്തിപ്പെടുന്ന ഖബർസ്ഥാൻ അള്ളാഹുവിന്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ നമ്മുടെ കബറിടങ്ങളിൽ ഒറ്റപ്പെടുമ്പോൾ അള്ളാഹു നമ്മുടെ കബറിടങ്ങളെ നമ്മുടെ പാർശ്വങ്ങളിൽ വിശാലമാക്കുമാറാവട്ടെ. അവിടെ ഭയപ്പാടിന് പകരം അള്ളാഹു നമുക്ക് നിർഭയത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ശരീരത്തരം അള്ളാഹു നമുക്ക് ബോധനം നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരുടെ സുമ്രത്തിൽ മഹ്ശറിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്രാറുകളോടൊപ്പം സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.